അമ്മേനെ ഞാൻ എണ്ണിപ്പിച്ചിട്ട് കുളിപ്പിച്ചിട്ട് വിടണ. ഏടമ്മയ്ക്ക് ചുറ്റിക ആശാരിപ്പണി എല്ലാം വലിയ താല്പര്യമായിട്ടാ കൊണ്ടുപോയത്. ഇതിന്റെ മുകളിൽ രാവുണ്ട് 5-8. നീയാ കാൽമ മുട്ടിയിട്ട് 5-8. നീ എന്തിനാ കരയണേ? കരയണില്ല മമ്മിയെ. എല്ലാ സ്ഥലത്തും കയറി ഗുഹയിൽ കയറി ഇരിക്കും ചിങ്കം. ഇസ്ലാം ഓക്കെ. Good morning, Mom. Are you guys up or what? Bye bye, Amma. Bye. എന്നിട്ട് വശം ഇറമ്മ പറഞ്ഞു. കണ്ണും വീഴിഞ്ഞിട്ടില്ല. Thank you, Amma. Thank you. Thank you, Edamma. And Echma. Oh, good girl. Thank you. It's my very good girl. അത് പഴയ പാലടാ. Edamma. Say good morning. 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 Oh, what happened? Amma, you really going or what? You off? രേച്ചമ്മ കാലും മുമ്പ് ഒരാൾ തലയാൻ എനിക്ക് ഇതിനെങ്കിലും വലിയ ഭാഗ്യം ഇനി എവിടെ കിട്ടും ആളുകളുടെ. ഒറ്റയടിക്ക് ഒരേ പ്രായത്തിലുള്ള 2 പിള്ളേർ കാലുമീൻ തലയുമീൻ വയ്ക്കുക. കണ്ടാ നീ? ഞാൻ നിന്നെ അടക്കം നോക്കണു. നീ 2 പിള്ളേരെ നോക്കുന്നു, ഞാൻ 4 എണ്ണത്തിനെ നോക്കണു. ഇന്നൊരാൾ മുമ്പ് വരുന്നില്ലേക്ക് എവിടെ? ഞാൻ അവിടെ നിൽക്കില്ലേ? കടനെ കടിക്കുക. ഉമ്മ പറഞ്ഞ കടി. അമ്മേനെ ഞാൻ എണ്ണിപ്പിച്ചിട്ട് കുളിപ്പിച്ചിട്ട് വിടണ. നീ ലേറ്റ് ആവല്ലേ? നീ 7:30. നീ എത്ര മണിക്ക് ഇറങ്ങണം? 12 മണിക്കല്ലേ ഫ്ലൈറ്റ്? 12:40 എന്ന് പറയുമ്പോൾ നീ അറ്റ്ലീസ്റ്റ് 10 മണിക്കെങ്കിലും ഇവിടെ നിന്ന് ഇറങ്ങണം കേട്ടോ. അല്ല അതിനെ പിന്നെ മാമീനെ പോയിട്ട് പിക്ക് ചെയ്യണ്ടേ? ഗുഡ്. ഹഗ്ഗി തരുമോ? ലക്കി അമ്മ. ഞാൻ കൈയോടക്കനെ മുടി ചീന്തി എന്നിട്ട് തന്നെ മുടിയൊക്കെ ചീന്തിയിട്ട് മാസ്റ്റർ ആവാം. നീ പോയ കൊണ്ട് ഇവരുടെ രാവിലത്തെ മുടിയൊക്കെ നോക്കി ഇങ്ങനെയൊക്കെ ഇരിക്കും. കുതാ വാട്ട് കുതാ. നാളെ ഇമാരി പുന്തളിപ്പ് കാട്ടിയ ആ ചുമ ഇപ്പൊ പൂട്ടത് അങ്ങോട്ടേക്ക്. എന്നാ നീ നീങ്ങിയിരിക്കും. നാളെ ഇങ്ങനെ ഒന്ന് കാണിക്കാൻ പാടില്ല കേട്ടാ. അടുത്ത് കേട്ടാ രാവിലെ എണിച്ചിട്ട് നിങ്ങൾ ചേച്ചിയുടെ പോലെ ഉടുപ്പൊക്കെ മാറി സെറ്റായിട്ട് നിൽക്കണം ടാ കേട്ടാ. ക്യാൻ യു ഡു ദാറ്റ് ഫോർ മീ പ്ലീസ്? ചെയ്യോ? കുട്ടിക്ക് വാച്ചിലൊക്കെ വരുന്നുണ്ട് കേട്ടോ കറക്റ്റ്. പിങ്ങോ പിങ്ങോ പിങ്ങോ. ഹഗി 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 സി സി ഹഗി സിഫൻ പോയു ബം 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 ഡിങ്ക ഡിങ്കടാ. എല്ലാരും ഒരു ഫ്രെയിമിലുണ്ട്. പ്രിങ്ങുവിന്റെ മുടി പ്രിങ്ങുവിന്റെ മുടി കെട്ടിയാ അങ്ങനെയാക്കി. ഇപ്പൊ നമ്മള് നീ തിരിയല്ലേ? അവൾക്കൊരു സാധനം കളിക്കാത്ത കൊടുത്തറാ. എന്താ ഈ കുട്ടികൾ ഇങ്ങനെ നാളെ ഇങ്ങനെ കാണിക്കരുതിട്ടാ. പിങ്ങ നീ കുറെ തെറി കേൾക്കും നാളെ. ഇവർക്ക് എന്ത് മിസ്സിങ് ഉണ്ടായാലും അടരെ ടെൻഷൻ തീർക്കട്ടെ. അവിടെ പിങ്ങുന്റെ മേല നീ ഞാൻ നാളെ ട്രെയിനിങ് ചെയ്യാം. എന്താ ഈ കുട്ടി ഇന്ന് മുതൽ പുതിയ വേഷം കിട്ട്? ഇവിടെ ഇരിക്കടാ. എന്നാ അത് പിടിച്ച് കളിച്ചേ. പിങ്ങപ്പ ഇതിർത്തറ ബൊമ്മല പെട്ടി കളി ബോക്സ് മുടിക്കെട്ടണ ബോക്സ് അല്ലെന്ന്. അതല്ല മുടി കെട്ടണ കായയുടെ ബോക്സ് എടുക്കാൻ. ശരിയാ. ഇങ്ങോട്ട് വെക്ക്. ബാക്കോട്ട് ബാക്കിലേക്ക് അത് കുറച്ച് സൈഡിലേക്ക് നിന്ന് ആർക്കത് കാണാൻ പറ്റുക? നീ നാളെ രാവിലെ ഇതൊക്കെ കഴിയുമ്പോൾ ഞാൻ ഫോട്ടോ എടുക്കണതൊക്കെ നിനക്ക് അയച്ചു തരേണ്ടി വരുമോ ഓസ്ട്രേലിയക്ക്? പിന്നെ ഒരു റബ്ബർ മഞ്ഞ പറഞ്ഞതായോ? നീ പെട്ടെന്ന് അവൾ ഇരുന്നിട്ടുണ്ട്. പെട്ടെന്ന് ഇരുന്നിട്ടായോ? വേദായോ? അയ്യോ അവളെ തന്നു. തിരിയല്ലേ ഏട്ടാ? അമ്മ ഐ യു ഗോണ ലുക്ക് ഫോർ സം ബോയ് ഫ്രണ്ട്സ് ഓർ വാട്ട്? ഓവദ്യ ബോയ് ഫ്രണ്ട്സ് ജസ്റ്റ് റാൻഡം? ഇല്ല ഇല്ലേ? ജസ്റ്റ് എടി മോഡേൺ ഫാമിലി അല്ലേ, നമ്മളങ്ങനെ വേണ്ട ചിന്തിക്കാൻ. നിങ്ങൾ പോകുമ്പോൾ മറ്റേ ബാറിലൊക്കെ പോയിട്ട് ജസ്റ്റ് എൻജോയ് ചെയ്തിട്ട് കുറച്ച് ഓസ്ട്രേലിയനൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ട് വാ. ഇറ്റ്സ് നൈസ്.
നീ എന്റെ കൂടെ നീ എന്നെ ചീറ്റ് ചെയ്തോ? ഞാൻ പറയില്ലേ അത്, എൻ്റെ അടുത്ത് വന്ന് പറയരുത് ഒന്നും. അല്ലേ കൊള്ളേ? യു കേസ് എൻജോയ് യുനോ. ഇതും ബാക്കിലേക്ക് തിരിച്ചു വെക്കുന്നല്ലേ നീ പറഞ്ഞേ? ഇതെങ്ങനെയാ ബാക്കിലേക്ക് തിരിക്കണേ? ഓക്കെയാ? സീ സീ നല്ല രസമായിട്ടുണ്ട്. അമല ആശുപത്രിയിലെ കുരങ്ങനെ മുടി ഇട്ടിച്ചോടത്ത പോലെ ഉണ്ട് ഇപ്പൊ ഇത്. നീ മതി, നാളെ ഇതിന് സമയമില്ലാത്തതാ. ഇന്ന് കഴിഞ്ഞിട്ടാ നല്ല രക്ഷണ്ടാ. ഓക്കെ. ഏടമ്മയ്ക്ക് ചുറ്റിക അശരിപ്പണി എല്ലാം വലിയ താല്പര്യം ഏട്ടാ കൊണ്ടേ. ഇതിന്റെ മുകളിൽ രാവുണ്ട്. ബ്ലാക്ക് സ്മിത്ത് ആവാനാണോ ആഗ്രഹം? ഏടമ്മ ഏടമ്മ യു വാണ്ട് ടു ബി എ ബ്ലാക്ക് സ്മിത്ത്? Make knives for Dada. We start a nice knife business and she does the butchering. Who gonna do the butcher shop? തപ്പൽ വിദഗ്ധ. കത്തി കടാരിയൊക്കെ പോയാൽ അവൾ തപ്പി കണ്ടെത്തി തരും. നീ അത് രാവി എളുപ്പാക്കുക, നീ അത് ബുച്ചർ ചെയ്യാ. പിങ്ങ നീ ബുച്ചർ ചെയ്യാ, നീ അത് ബുച്ചർ. ഹായ്, നല്ല രസം. നിന്റെ കണ്ണിന്റെ ഉള്ള കളറ് അങ്ങനെ നിൽക്കട്ടെ. നല്ല രസം, നല്ല ഗോൾഡൻ. ഹായ്, ഒരുണ്ട് ഓണസ്റ്റ്. നല്ല കണ്ണിന്റെ ലൈറ്റിങ് നല്ല രസം. കണ്ണിന്റെ ഉള്ളിൽ കാണാൻ നല്ല രസം ലൈറ്റ് അടിക്കുന്ന കാരണം. 3, 2, 1 ഗോ. ഫോട്ടോ ഫോർ ദ ഡേ. Come on you fellas. Come on ഏടമ്മ. ഏടമ്മയ്ക്ക് ഇന്നും വേണ്ടേ ബ്രേക്ക്ഫാസ്റ്റ്? ഇന്നലെ അത് കാരണം വൈകുന്നേരത്തെ മറ്റേ ലാമ്പ് കറി നല്ല മാട്ടി. നല്ല വിശപ്പുണ്ടായിരുന്നേ. രാവിലെ ഒന്നും കഴിക്കാണ്ടേ പോയതേ. ഇങ്ങനെയാടാ. സിറ്റ് ഡൗൺ പ്ലീസ്. എസ്മേ സിറ്റ് ഡൗൺ. സിറ്റ് ഡൗൺ പ്ലീസ്. ഏടമ്മ സിറ്റ് ഡൗൺ പ്ലീസ്. സിറ്റ് ഡൗൺ. വെരി ഗുഡ് ഗേൾ ഏടമ്മ. യു ആർ എ ബെസ്റ്റ് ഒബീഡിയന്റ് വൺ. എസ്മേ യു നോട്ടി ഫള. Sit there, please. Dada, can I walk past? Yeah, you can walk past. Yeah. Good girl, Esme. Good girl, Irma. നിനക്ക് വേണോ? Come. വേണോ? ബാ. ആ, നീ തുപ്പരുതിട്ടാ. നിന്നെ എനിക്ക് നാമ്പാൻ കൊള്ളൂല നിന്നെ. ആ, ഗുഡ് ഗേൾ. ഇപ്പൊ തുപ്പത്. ആ, no. You know going there. You know go and touch the camera. I know you want to play a camera girl. Not now though. തിരിഞ്ഞ് കുഴിയാനെ പോണ പോലെ പോവാട്ടെ. ഇപ്പം അത് ഓഫ് ചെയ്യും. എന്ത് സാധനം. അവളെ ഓഫ് ചെയ്തോട്ടെ എന്നൊക്കെ ലാസ്റ്റ് കാണിക്കാം. ഇഫ് ഷീ ഈസ് ഡൂയിങ് ഇറ്റ് ലെറ്റ് ഹർ ഡു ഇറ്റ്. എച്ചമ്മ. Go girl. Go girl. Good walking ഏടമ്മ. Good walking ഏടമ്മ. That's what you can do. Watch out. There's a little leg over there. Good girl ഏടമ്മ. That's a very good walking. There we go. എടപ്പൊന്നെ വേറെ അറിയൂ. ഇറയാം പൂവയാം. ഗുഡ് ഗേൾ അച്ഛമ്മ. നിന്റെ മുട്ട തിന്നാനാടാ ഇറമ്മിരിക്കണേ. ഗുഡ് ഗേൾ ഏറമ്മ. ഏറമ്മ ഇതാ നിന്റെ മുട്ട കണ്ടുട്ടാ. അത് സ്പെഷ്യൽ ഒന്നല്ല, സെയിം സാധനം തന്നെയാണ്. എന്ത് കൊത്തിയണ്ട. അപ്പൊ നീ ഇവിടെ ഇരുന്നത് അപ്പൊ പുല്ലുവല്ലേ? എടപ്പിന്ന നീ അവിടെ ഇരുന്നാൽ ശരിയാവില്ല. ഇപ്പൊ ഒരു കഴിക്കൽ നിർത്തൂ. നിന്റെ പ്ലേറ്റ് നോക്കിയിരിക്കുക. അവിടെ ഇനി വേറെ അമൃത കൊടുക്കണേന്ന് വെച്ചിട്ടാണ് അങ്ങോട്ട് നോക്കിയിരിക്കുന്നത്. 2 മണങ്ങുണ അപ്പുള്ളൂ. അതെല്ലാം ഒന്നാണ്. ഭയങ്കര ഉടായിപ്പോട്ടാ. അവളെ അടിച്ചിട്ട് തള്ളി കിട്ടു. എന്നിട്ട് ഇവൾക്ക് അടി കിട്ടാന്നുള്ള പേടി കാരണം വെറുതെ ഇരുന്ന് കരയ. ഇതൊക്കെ എവിടെന്നാ പഠിക്കുന്നേ? അവിടെ നിക്ക, മടിയിലിരിക്കുക. എന്നിട്ട് ഇവളെ പിടിച്ചിട്ട് ലെഫ്റ്റിൽ നിന്ന് തള്ളിയിട്ടു. എന്നിട്ട് ഇവള് കരയാ. നിന്റെ സൂത്രണ്ടല്ലോ ഇതൊക്കെ. എന്നിട്ട് ഇവിടെ വന്നിരുന്നു. ചീത്ത കടല അടി കിട്ടിയാലും നാണല്ലേ ഇനി. നിൽക്കണ്ടല്ലോ. എനിക്ക് ഇന്ന അടിയാണ് കിട്ടും പിന്നെ കേട്ടാ. കുറുമ്പ്, ജോബിന്റെ കുറുമ്പ്. ജോബിന്റെ കുറുമ്പ് എല്ലാം ഉണ്ട് ഇന്ന്. ജോബിന്റെ കടാ അതിന് വരെ അടിയാ.
എന്തിനടിക്കുക ഇതിനെ തന്തരി സ്വഭാവമായിരുന്നു. എന്നെ ചെറുപ്പത്തിൽ പിടിച്ച് അടിക്കന്നെ വെറുതെ എന്തിനാ നിൽക്കുമ്പോൾ മനസ്സിലായിട്ടില്ല. നല്ല തണുപ്പുണ്ട് കേട്ടോ. പിള്ളേരെ ഓടി വിടുന്നത് ഇന്നലത്തെ അത്രയ്ക്കില്ല, പക്ഷേ സ്റ്റിൽ കോൾഡാണ്. എനിക്ക് തോന്നുന്നത് ഇന്ന് 4 ഡിഗ്രിയാന്ന് തോന്നുന്നു. നൈറ്റിൽ ഓൾമോസ്റ്റ് കണ്ട കുറച്ച് ഐസ് ഉണ്ട്. ഇന്നലെ നൈറ്റിൽ മിക്കവാറും ഒരു 1 ഡിഗ്രി ഒക്കെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. വെരി കോൾഡ്. ഒരു തണുപ്പുമില്ല, ഒന്നുമില്ല. ഇത് കണ്ട വെറുതെ തന്നെ നമ്മൾ കിഡ്സിന് ഉടുപ്പൊക്കെ ഇടിപ്പിച്ച് ചേർക്കണ്. ഇവർക്കൊരു തണുപ്പുണ്ടെന്നുള്ള ഫീല് പോലും ഇല്ല. കരയണ്ടേ? ഒന്നുമില്ല. തിന്നെടുത്തിട്ടാ കേട്ടാ, തിന്നുവോ? തിന്നെടുത്തിട്ടാ? എനിക്കൊന്നും വേണ്ട. നല്ല രസമുണ്ട് എസ്മയുടെ മുടി. ഇല്ലിപ്പൂവും ചുണ്ടമല്ലിപ്പൂവും. എൻ്റെ പട്ടത്തല പൊട്ടിത്തെറിക്കുക അമ്മാതിരി തണുപ്പ്. ഇത് ചൂടുവെള്ളം അല്ല കേട്ടോ, ഇത് പച്ചവെള്ളം തന്നെയാണ്. ഈ പുക പോണ് കണ്ടിട്ട് നിങ്ങൾ നോക്കണ്ട. ഇത് ഈ പച്ചവെള്ളം തന്നെ ഈ തണുപ്പിന് ചൂടാ. അതാ അന്ന് 4 ഡിഗ്രിയാണ് കണ്ട. 4 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. അപ്പം ഇന്നലെ മിക്കവാറും നൈറ്റിൽ ഒരു 0-1 വന്നിട്ടുണ്ടാവും. ഗുഡ് മോർണിംഗ് ഷാർജ പറയാൻ പറഞ്ഞിട്ടുണ്ട് ഇന്നലെ. റോളർ കോസ്റ്ററാ. വേറെ എന്തൊരു വേർഡ്. സ്ഥലത്തിന്റെ ആൾക്കാർക്ക് എല്ലാവർക്കും വെൽക്കം ടു ഗുഡ് മോർണിംഗ് കൊണയടി വിത്ത് ടീം ബൂം ബാങ്. ഇന്ന് നമ്മുടെ ഗോൾഡ പോവുകയാണ് ഗൈസ്. ഗോൾഡ ഗോയിങ് ടു ഓസ്ട്രേലിയ വിത്തിൻ 2 hours ഓഫ് ടൈമിൻ്റെ ഉള്ളിൽ പോവും. പിന്നെ ഞാനും പിള്ളേരുമാണ് ഉള്ളത്. ഗോൾഡ ഭയങ്കര ടെൻഷനിലാണ് ഉള്ളത്. ഗോൾഡ വീടിൻ്റെ അകത്ത് എല്ലാ കാര്യങ്ങളും ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ വീട്ടിലെത്തുമ്പോൾ നിങ്ങൾക്ക് ഫുള്ളി കാണിച്ചു തരാം. But now all good. So other than that, everything okay, beautiful. I wish her all the goodness and best. Yeah. So what do you got to say, honey? I want to say, കരയാണെങ്കിൽ ആദ്യം തന്നെ നമ്മള് ഇങ്ങനെ ഇവര് കരയും, ശല്യപ്പെടുത്തും. അപ്പൊ ആദ്യം തന്നെ ഡീപ് ബ്രീത്ത്, സമാധാനപ്പെടുക. കേട്ടോ? എനിക്ക് അവര് കരഞ്ഞാലൊന്നും ഒരു പ്രശ്നമില്ല. നൈറ്റിൽ കരഞ്ഞാൽ എനിക്ക് ഒരു ഡീപ് ബ്രീത്ത് എടുക്കാൻ പറ്റില്ല. ഡേയിലും അങ്ങനെ തന്നെയാണ്, ഡേ ടൈമിലും അങ്ങനെ തന്നെയാണ്. അപ്പൊ അപ്പോഴും ഡീപ് ബ്രീത്ത്. മെയിൻ ടൈം അവര് നമ്മുടെ പാർക്ക് ഒന്ന് കാണട്ടെ, നല്ല സൺലൈറ്റ് അടിക്കുന്ന പാർക്ക്. കരയാത്ത ആളുണ്ടെങ്കിൽ പിങ്ങുന്റെ കയ്യില് കൊടുക്കുക. ജസ്റ്റ് പിങ്ങും ജസ്റ്റ് ഒന്ന് ഹെൽപ്പ് ചെയ്യണം ഡാഡനെ. കേട്ടോ? അവിടെ ഇരിക്കുക, അവരെ കൂടെ ഇരുന്നാ മതി, നിലത്തിരുന്നാ മതി, വേറൊന്നും ചെയ്യണ്ട നിങ്ങള്. കേട്ടോ? നിലത്തിരുന്ന് ഒരു 2 ബോൾ ഇട്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ ആ ക്രോക്കഡൈലിന്റെ സാധനം ഓൺ ആക്കി കൊടുക്കുക. വീട്ടില് പാചകം, മോന്റെ കുളി പരിപാടി എല്ലാം ഇവര് വരുന്നതിന് മുന്നേ തീർക്കുക. എന്നിട്ട് പിന്നെ ഇവരുടെ ഫുഡ് ക്ലീനിങ്ങും അധികം ഇതാക്കാതെ ഇരുന്നാ മതി, മെസ്സാക്കാതെ. അപ്പൊ പിന്നെ പിങ്ങോ കോക്രോച്ച് നിറച്ച് വരുമോ? കോക്രോച്ച് പിങ്ങോ ഫോൺ ഓഫ് ചെയ്യേ. നീ പറഞ്ഞ പോലെ, നീ വിചാരിച്ച പോലെ ഒന്നും കാര്യം എനിക്കറിയാം, അങ്ങനെ ഒന്നും അല്ല നടക്കാൻ പോണേ. ഞാനിപ്പോ ഞാനിപ്പോ ഇരിക്കുന്ന സമയത്തും കൂടെ ഞാൻ അവരെ കുറിച്ച് ആലോചിക്കണേ ഇല്ല. നിനക്കറിയാം, ഞാൻ ആലോചിക്കുമ്പോ ചിലപ്പോ ചീത്ത വിളിക്കും. ഞാൻ മൊമെന്റില് അത് ഡീൽ ചെയ്യുള്ളൂ. ഞാൻ എന്താണെങ്കിലും അങ്ങനെയാണ്. ഞാൻ ആ ഒരു സംഭവത്തിനെ സത്യം പറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ ഒരു ഇന്റൻസിറ്റി എപ്പോഴാണ് എന്റെ തലയിൽ കയറണം, അപ്പം മാത്രമേ എനിക്ക് ആക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ദാറ്റ്സ് ദ വേ ഐ ആം, വിച്ച് ഈസ് എ ഗുഡ് തിങ്. ഒരുപാട് കാര്യങ്ങൾ അതൊരു നല്ല കാര്യമാണ്. ഇപ്പൊ എനിക്ക് ഒരു ടെൻഷൻ ഇല്ലാണ്ട് കൂടി ഇരിക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇപ്പൊ അതിന് ടെൻഷൻ ഇല്ല. ഞാൻ കഴിഞ്ഞ തവണ നീ പോന്നെ നീ എന്താ, അയ്യോ നാളെ പോകുമ്പോ എന്താവും, അതന്നെ ഒരാള് സിക്ക് ആയതുകൊണ്ടല്ലേ. അല്ലെന്ന്, അത് സിക്ക് ആവണേക്കാളും മുന്നേ നീ 2 ആഴ്ച മുന്നേ തന്നെ നീ പറഞ്ഞായിരുന്നില്ലേ, അതായത് അടുത്ത ആഴ്ച പോണതിനെ കുറിച്ച് ആലോചിച്ചിട്ട് എനിക്ക് ടെൻഷൻ നീ പറയാറില്ലായിരുന്നു. അതാ ഞാൻ പറഞ്ഞ. എനിക്ക് അങ്ങനെ അത് പക്ഷെ അങ്ങനെയല്ല, മോൻ എങ്ങനെ
മാനേജ് ചെയ്യുന്ന ഓർത്തിട്ടുള്ള ടെൻഷനാണ്, അല്ലാതെ എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്ന് ഓർത്തല്ല. ഇപ്പൊ മോൻ പോയി കഴിഞ്ഞാല് ഞാൻ എന്റെ കാര്യങ്ങൾ ഞാൻ ഇങ്ങനെയാണ് പ്ലാൻ ചെയ്യാം. ഓക്കെ, ഞാൻ 3 മണിക്ക് തിരിച്ചു വരുന്നു, ഇവര് വരുന്നതിന് മുന്നേ ഞാൻ റെഡിയാണ്. എന്റേത് അങ്ങനെയാണ് നടക്കുക. എനിക്ക് ഈ വണ്ടിയിൽ ഇങ്ങനെ പോണ സമയത്ത് കുട്ടികള് ബൈക്കിലൊക്കെ ഇങ്ങനെ ക്രോസ് ചെയ്യണത് ഭയങ്കര ഇഷ്ടമാണ് കാണാനായിട്ട്. ഇത് ഇന്നാള് പറഞ്ഞായിരുന്നു, നിങ്ങളുടെ സ്കൂളിൽ പോയല്ലേ, ക്രോസ് ചെയ്തത് നല്ല ഭംഗിയുണ്ടായിരുന്നത് കാണാനായിട്ട്. താങ്ക് യു പ്രിങ്ങോ, ബൈ. ബൈ പറയാൻ ലവ് യു, ലവ് ലെറ്റർ കടകട്ടെ മനസ്സിന്റെ മെസ്സഞ്ചർ. അയ്യോ, നിങ്ങളുടെ നല്ലൊരു പട്ടിക്കുഞ്ഞ്. നീ എന്തിനാ കരയണേ? ഏടാ ഗുഡ് ഗേൾ. അവള് ഞാൻ പോയപ്പോ കരഞ്ഞോട്ടോ, നീ പോയപ്പോ കരഞ്ഞില്ലേ പോണ്ടേ? ഇല്ല, അവള് കരയില്ല, എനിക്കറിയാം. പണി അവളിപ്പോ കരയും, മോനറിയില്ല, അവളെ കണ്ണെന്ന് അറിഞ്ഞിരിക്കുക എന്ന് പറഞ്ഞിട്ട് നിനക്ക് ആശ്വസിക്കാം. അതൊക്കെ കണ്ടേ, അതൊക്കെ എത്ര തല്ലിയാലും വഴക്ക് പറഞ്ഞാലും തന്നോടുള്ള സ്നേഹം അങ്ങനെ തന്നെയാ. ഇടക്കോണെ അങ്ങനെ അടിച്ചിട്ട് വിടാം. വളരെ നല്ല കാര്യം. പക്ഷെ പോയി നീ ഇപ്പൊ കരയല്ല. ഞാൻ കരയും ചിലപ്പോ. No. Sometimes you make things worse. സംടൈംസ് മോനാണ് അത് വേഴ്സ് ആക്കണത് എന്ന് പറഞ്ഞോണ്ട് നശിപ്പിക്കണത്. പണിയെടുക്കില്ലാത്ത കാര്യം പറയണ പോലെ ഇങ്ങനത്തെ എല്ലാം പറഞ്ഞ് നശിപ്പിക്കണത് മോനാണ്. എന്നിട്ട് കേക്കട്ടി വരുന്നത് ഞാനും. വല്ല കാര്യണ്ട, നമ്മളതിനും കൂടെ കൂടെ പോയപ്പോ എന്തായിരുന്നില്ലായിരുന്നു. ഇപ്പൊ എന്റെ കണ്ണ് അവിടെ ഇരുന്ന് തുപ്പി നിറച്ച് തുടച്ചോ മുഖം എന്ന് പറഞ്ഞിട്ട് നീ ഇങ്ങോട്ട് ഇട്ടപ്പോ എനിക്ക് തന്നു. മുഖം തുടയ്ക്കാനുള്ള സാധനം എനിക്ക് തന്നു. ഗുഡ് കേട്ടാ. എന്തിനും ഇങ്ങനെ തുപ്പി നിറയ്ക്കണേ? നാളെ അമ്മയില്ല കേട്ടാ. ഏടമ്മ നാളെ ഫുള്ള് പിങ്ങു ചേച്ചി ഡാഡ മമ്മിയും. അത്രേ ഉള്ളോ? ഹൈ, യച്ചുമോന്റെ മേലിൽ നിന്ന് ഫുള്ള് പുകയെ പോണേ തണുത്തിട്ട്. ഇൻസ്ട്രക്ഷൻസ് ആർ ഗിവൺ. ഇതൊന്നും നമ്മൾ അറിയാത്ത കാര്യങ്ങളല്ലേ. എന്താ വേണ്ടെന്ന്? പാന്റോ ടോപ്പോ ഒക്കെ മാറിയിട്ടുണ്ടോന്ന്. മാറിയിട്ടുണ്ടെങ്കിൽ അവരത് ആ വെറ്റ് ബാഗിൽ വെച്ചിട്ടുണ്ടാവും. അപ്പൊ മോൻ സ്കൂൾ ബാഗ് ഇങ്ങ് എടുത്തിട്ട് വരണം. ഓക്കെ, അവര് പറയില്ലേ മാറിയിട്ടുണ്ടെങ്കിലേ? ചിലപ്പോ പറയില്ല, വേറെ ടീച്ചേഴ്സ് ആണെങ്കിൽ അവരെങ്ങനെ അറിയണേ? അപ്പൊ ഞാൻ ചോദിക്കണം? ചോദിക്കണ്ട, ഉടുപ്പ് നോക്കി. നീ അവരെന്നെ അവിടെ വിട്ടപ്പോ കരയുമെന്ന്. ഇവരാണ് എനിക്ക് അത്ര ഇഷ്ടമില്ല. അറിയില്ലല്ലോ. എനിക്ക് പിങ്ങുവിനെ അടുത്തൊന്നും പോകുമ്പോ എനിക്ക് എപ്പോഴും സങ്കടം. എനിക്ക് എന്റെ അടുത്തുനിന്ന് പോകുമ്പോ എനിക്ക് അറിയില്ലടോ. എനിക്കറിയില്ലേ. എന്റെ പെട്ടി പാക്ക് ചെയ്തിട്ടില്ല ഞാന്. നിന്റെ പെട്ടി പാക്ക് ചെയ്യാൻ പ്രവീണ വരുന്നേ? അല്ല, പെട്ടി പ്രവീണ ഒരു കൂലിയാ. ഈ വെള്ളം ഐസാ, നല്ല രസാ. ആ ചെടിയുടെ മുകളിൽ ആ വെള്ളം നിൽക്കണ കാണാൻ കണ്ട. ഞാൻ ആദ്യം വിചാരിച്ചത് ഈ ചെടിയുടെ ഡിസൈൻ എന്നാ, പക്ഷെ അതിന്റെ മുകളിൽ ചെറിയ ചെറിയ ഐസ് നിൽക്കണത്. ന്യൂസിലാൻഡിൽ ആദ്യമായിട്ട് വന്ന പോലെ കളി. അതാ സംടൈംസ് അതില തണുപ്പ് ഊട്ടിയിലെ പോലെ. പക്ഷെ കാലിന്റെ മുകളിൽ ചിൽബ്ലൈൻ മാത്രമേ സഹിക്കാൻ പറ്റത്തുള്ളൂ. ഗോൾഡേക്ക് ഞങ്ങളൊരു കാപ്പി മേടിക്കാൻ പോകട്ടെ. ഗോൾഡ പറയാ, ആ ചിൽബ്ലൈൻമേ തൊട്ട് കഴിഞ്ഞാൽ ജീവൻ പോവും. ആരോ പറയണ്ട് കാലമ്മ തൊട്ടേനാണ് ഇത്ര ഷോ ഓഫ് എന്ന് ചോദിക്കുന്നുണ്ട്. അതാണ് നീ പറഞ്ഞ. ഭയങ്കര പണി കേട്ടോ. ചിൽബ്ലൈൻ്റെ മുകളിൽ ചവിട്ടി കഴിഞ്ഞാൽ ജീവൻ പോവും. അത് ഉള്ളവർക്ക് അറിയാം അതിന് എന്താന്നുള്ളത്. നല്ല നല്ല സ്മാർട്ടായിട്ടുണ്ട് ഇവിടെ ലൈറ്റിങ്. വരൂട്ടോ, അമ്മയോ വന്നിട്ട് നിന്റെ കഴുത്തിനടിക്ക് പോ. മറ്റേ ക്ലാസ് വെച്ചേ ഗൈസ്. ഗോൾഡ് ഭയങ്കര എനിക്ക് ഇത് വെക്കാൻ പറ്റില്ല. ഞാൻ നിനക്ക് ഇതാ നല്ലത്. ഞാൻ ഓസ്മോന്റെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. നല്ലതാടി, നല്ല രസമുണ്ട്. മുഖമൊക്കെ ഒന്ന് കവറായ വൃത്തികേടൊക്കെ പോയി. അല്ല നല്ല കാലിട്ടും പറഞ്ഞ നല്ല സെക്സ് അപ്പീൽ ഉണ്ട് നിനക്ക്. പൊക്കോ. ഗുഡ്. അതുണ്ട്. കാലിട്ടും പറഞ്ഞ നല്ല. നീ അത് വെച്ച് ശീലാക്ക്. ഹേയ്, എനിക്കെന്തോ ഭയങ്കര ഗോളുടെ ടോട്ടൽ ഔട്ട്ഫിറ്റ്. നീ അവിടെ ലൈറ്റിങ് ശരിയല്ല. ഇങ്ങോട്ട് വായോ. എനിക്ക് കണ്ടു. നീ ഓസ്ട്രേലിയയിൽ പോയിട്ട് നടക്കുമ്പോ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ മോശമായിട്ട് കൊള്ളു. നിന്നെ അറിയുന്ന ആൾക്കാരുണ്ട് കണ്ടമാനം.
ഓസ്ട്രേലിയയിൽ ചെല്ലുമ്പോൾ അവിടെയുള്ള ആൾക്കാരൊക്കെ ഈ ചേച്ചി കണ്ണു കാണാനല്ലോ മോനെ. നല്ല നിനക്ക് ശരിക്കും നല്ല ഒരുപാട് നാളായി ഞാൻ കുറച്ച് ടോളായിട്ട് തോന്നുന്നുണ്ട് നിന്നെ ഇപ്പോ. മോൻ നേരത്തെ ഞാൻ ഈ ജീൻസ് ഇട്ടു. അത് ഞാൻ ഇവര് വീഡിയോയിലുള്ള ആൾക്കാർ കേട്ടോട്ടാച്ചിട്ട് പറഞ്ഞു നിന്നെ പറ്റിയിട്ട് ഇനി മോശം പറഞ്ഞൊന്നും വേണ്ടല്ലോ. പക്ഷെ കുഴപ്പമില്ല, നിന്റെ ശരിക്കുള്ള ഒറിജിനൽ ഹൈറ്റാ തോന്നിക്കണേ. ഒറിജിനൽ എത്രയാന്ന് പറഞ്ഞ? ഒറിജിനൽ 5 അടി 5'8". നീയാ കാൽമ മുട്ടിയിട്ട് 5'8". 8 ഇപ്പൊ മുട്ടി കയറും. ആ ഓക്കെ, അന്ന് മുട്ടി കയറ്റ്. നീ സ്മാർട്ട്, കുറച്ച് സന്തോഷം കാണുന്നുണ്ട് നീ കുട്ടികളെയൊക്കെ പിരിഞ്ഞു പോകുന്നതിന്റെ. നല്ല കാര്യം, എൻജോയ് ചെയ്യേ. ഈ എടി നല്ല ടാടയില് നല്ല സൂപ്പർ ഗോൾഡ് വാച്ച്. അത് എന്റെ ഇതിന്റെ കൂടെ ചേരില്ലേ? ചേരും, നല്ലതാ എടി. അങ്ങനത്തെ വാച്ച് ചേരും, നല്ല രസല്ലേ, നല്ല റിച്ച് ലുക്ക് തരുന്ന സാധന. നോക്ക് എന്നെ എല്ലാവരും ബാങ്ക്രപ്റ്റ് ചെയ്യാൻ. ഇനി വള വേണ്ട, ഇനി വള വേണ്ട. ആ സന്തോഷായില്ലേ? ഇവര് പോവാ അങ്ങോട്ട് ചെല്ലാം. പോയാ പോയെന്ന് പറയാം. മാമി കൂളിംഗ് ഗ്ലാസ് ഇല്ലേ? ഗോൾഡ് കൂളിംഗ് ഗ്ലാസ് ഉണ്ട്. എന്റെ ബാഗിലാ, പെട്ടിക്കകത്ത്. നീല വെള്ള നീല നിന്റെ പെട്ടിക്കകത്ത് വെക്കുന്നില്ലേ? വെക്കണോ? ബ്ലൂ സ്കൈ ബ്ലൂ, മാമൻ ബ്ലൂ. നിങ്ങളെല്ലാവരും ബ്ലൂവും മഞ്ഞയൊക്കെ ആയിട്ട്. എന്നാ നിങ്ങൾ എന്താണെങ്കിലും പോവല്ലേ? ഇനിയിപ്പോ വല്ല അപകടം ഉണ്ടായിട്ട് അങ്ങനെ തീർന്നാലോ? ഞാൻ ഒരു ലാസ്റ്റ് ഫോട്ടോ എടുക്കാം. പ്രിങ്ങു രാവിലെ പറഞ്ഞത് അങ്ങനെ. പ്രിങ്ങു പറയേ വാട്ട് ഹാപ്പൻസ് ഇഫ് യു ഹാവ് ഫ്ലൈറ്റ് ക്രാഷ് ഉണ്ടായാലോ? ഇന്നലെ മാമി എന്താ സിറിഞ്ചൊക്കെ ആയിട്ട് നിങ്ങൾ മറ്റേ അവിടെ നിന്നിട്ട് അധോലോകം കളിക്കാനുള്ള പരിപാടി ഉണ്ട്. എക്സ്കാർഗോ പാർബ്ലോ. Are you guys excited? Yeah. Ready to fly? Who's going to look after your kids, mine? My husband. Not my kids. Our kids. Our kids. Your husband look after them? Yes. What about your husband? My husband very good in the video, so he should look after. ഇതെന്ത് വിധി ഇത്? Okay, you guys have a good one, eh? Make sure drink plenty alcohol, booze. Plenty ഒന്നും പറ്റില്ല എനിക്ക്. നിനക്ക് മാമീനെ നോക്കണല്ലോ അല്ലേ? അങ്ങനെ പറഞ്ഞു മാമി. അല്ല, അത് മാത്രല്ല. അങ്ങനെ പറഞ്ഞു. Responsibly. ഒരൊറ്റ ഉപകാരം ചെയ്യണം. നിങ്ങൾ എല്ലാ ദിവസത്തെയും ഒരു 5 മിനിറ്റ് നല്ല നല്ല മൊമെന്റ്സ് ഞാൻ ഗോൾഡയുടെ കയ്യില് DJയുടെ ഒരു ക്യാമറ കൊടുത്തിട്ടുണ്ട്, അതിൽ വീഡിയോ എടുത്തിട്ട് എനിക്ക് അയച്ചു തരണം. അപ്പൊ അത് നമുക്ക് അയച്ചു തരണോ? അല്ല, വരുമ്പോ കൊണ്ടുവന്നാ മതി. എല്ലാം വെൽ പാക്ഡ് അല്ലേ? ലൈസൻസ് പാസ്പോർട്ട് എല്ലാം എടുത്തില്ലേ? ലൈസൻസ് വേണ്ടി ഇവിടെ ചിലപ്പോ മാമിനെ കണ്ട ചെറുപ്പാന്ന് വിചാരിച്ചിട്ട് മറ്റേ കള്ള് പഠിക്കാൻ കയറുമ്പോ ഉള്ള ബാബില് കയറുമ്പോൾ ചോദിക്കും. ആ പിന്നെ സിഡ്നിയിൽ ചെല്ലുമ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് ആളുകൾ നിങ്ങളുടെ അടുത്ത് ഹലോ എന്നൊക്കെ പറയും. അവരുടെ അടുത്ത് നമ്മുടെ കള്ളിനെ കുറിച്ച് വാനോളം പുകഴ്ത്തണം. ഓക്കെ, ഡോണ്ട് മിസ് ദാറ്റ്. അന്നാ ഒരു കള്ള് കൊണ്ടുപോകായിരുന്നു. പോവാവോ എല്ലാവരും ഒന്ന് സമാധാനായിട്ട്? അയ്യോ ബൈ. ചെറുതായിട്ട് സങ്കടമുണ്ട്. എനിക്ക് സങ്കടം വരുമ്പോ ഞാൻ സങ്കടത്തിനെ. പക്ഷെ എന്തായാലും ഞാൻ ഇത്തവണ പോണം വിചാരിച്ചിരുന്നതാണ്. മൈക്ക് ഒരെണ്ണം വേണം. വേണ്ട, മൈക്ക് നീ വിഴുങ്ങിക്കോ. കരയണില്ലേ മമ്മിയെ? മോൻ എന്നെ രാവിലെ കളിയാക്കി ഇട്ടോ. ഓക്കെ ബൈ. മമ്മി ഒന്ന് ഹഗ് ചെയ്യുന്നില്ലേ? പോയിട്ട് മാമ ഇല്ലാത്ത നേരല്ലേ അടിച്ചു കൊടുത്ത്. Yeah, you guys have a good day. Thank you. Polly, celebrate Australia. Don't think about family or anything. Just go, enjoy. തിരിച്ചു വരണം അപ്പൊ. All up to you. I look after the baby. It's not a problem. It will be a little bit of a hassle, but I can manage it. Okay? Have a good one. Enjoy. Enjoy. ടാറ്റാ ബൈ. Yeah. Bye. രണ്ടാളും കുണുങ്ങി പോകുന്നുണ്ട്. ആദ്യമായിട്ടാണ് ഞാൻ ഗോൾഡൻ ഇങ്ങനെ ഒറ്റയ്ക്ക് പറഞ്ഞയക്കുന്നത് അല്ലെങ്കിൽ പോകുന്നത് കാണുന്നത്. ദിസ് ഈസ് ഗോൾഡ ഫോർ മീ. ഓരോ ദിവസം ഇടാനുള്ള ഉടുപ്പ് അവളിവിടെ എടുത്തു വെച്ചിരിക്കുകയാണ്. സത്യത്തിൽ അവൾ സ്കൂളിലേക്ക് പോകണ ഉടുപ്പ് എന്നും പറഞ്ഞിട്ട് ഇവിടെ തരം തിരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നണം ഇതാന്ന് തോന്നുന്നു. ഇത് വീട്ടിൽ നൈറ്റിൽ കിടക്കണ സമയത്ത് ഇടാനുള്ള ഫുള്ള് മൂടിയിട്ടുള്ളതാണ്. ഇതെല്ലാം അവൾ എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊന്നല്ലതിൽ രസമുള്ളൊരു കാര്യം, ഒരു സൂത്രം കാട്ടിയത് ഞങ്ങൾക്ക്. പുള്ളിക്ക് എന്നെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാമെന്നുള്ള എൻ്റെ തെളിവാണിത്. എനിക്ക് എപ്പോഴും മോന് വേദനയാണ്. പാനഡോളും ബ്രൂഫനും ഇത് ഞാൻ അന്വേഷിച്ച് കളന്നാൽ കിട്ടില്ല എന്ന് അവൾക്ക് അറിയാം. അപ്പോൾ അത് ഇതിവിടെ ഇത്രയും ദിവസം ഇല്ലാത്ത സാധനമായിരുന്നു. ഞാൻ ഇപ്പോൾ വന്നിട്ട് ഈ ഡോറ് തുറന്നപ്പോൾ ഇതിൻ്റെ ഉള്ളിലിരിക്കുക 2 മരുന്ന് കേട്ടോ. വെരി ഓർഗനൈസ്ഡ് ലേഡി. അപ്പോൾ എൻ്റെ പവർ നാപ്പ് നല്ല ഉറക്കം വരുന്നുണ്ട്. ഇന്നലെ പുലർച്ചെ 3:50 ഞാൻ എഴുന്നേറ്റത്. വെരി ടയർഡ്. പിന്നെ അത് കണ്ട് ഉറക്കവും വന്നില്ല. ഓരോ കാര്യങ്ങളിങ്ങനെ എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ച് കിടന്നിട്ട് ഒരു ജമ്മം ചെയ്ത ഉറക്കം വന്നില്ല.
അത് കാരണം നല്ല ഉറക്കം ഇപ്പോൾ വരുന്നുണ്ട്. ഇപ്പോൾ ഒരു പിടി പിടിച്ചാൽ ഇന്ന് രാത്രിയെങ്കിലും പിള്ളേരെ കൂട്ടത്തിൽ ഒന്ന് ഉറങ്ങാൻ പറ്റിയാൽ മതിയായിരുന്നു. You know, it's too much. So yeah, Pringu is back. We all back. So just in the Pringu. Babies aren't back. Yeah, babies ne pick ചെയ്യണം. പക്ഷേ അതിനേക്കാൾ മുന്നേ നമുക്ക് എല്ലാം പ്ലാൻ ചെയ്യാനുണ്ട്. Yeah. Yeah. So you need to step up a little bit today, and Dada gonna step up also. Okay. ഇവിടെ നമുക്ക് എല്ലാം ക്ലീൻ ചെയ്യാനുണ്ട്, ഡിഷ് വാഷ് ചെയ്യാനുണ്ട്, നമുക്ക് ഡിഷ് വാഷിംഗ് ഡിഷ് ഇത് എടുത്തു വയ്ക്കാനുണ്ട്. നീ എടുത്തു വയ്ക്കുക, ഡാഡയുടെ ഡിഷസ് എല്ലാം ചെയ്യാം. ഓക്കെ. അത് കഴിഞ്ഞാൽ ഡാഡയ്ക്ക് ഫ്ലോർ ക്ലീൻ ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞാൽ നമ്മൾ എക്സസൈസ് ചെയ്യും, വർക്കൗട്ട് ചെയ്യാനുണ്ട്. 30 minutes and after that we go and pick girls. As soon as അവർ പോണേക്കാൾ മുന്നേ നമുക്ക് നമ്മുടെ ഡിന്നറും കാര്യങ്ങളൊക്കെ ഒന്ന് സോർട്ട് ചെയ്ത് വയ്ക്കുകയും വേണം. Then everything is planned. For me it's okay. എനിക്ക് ആക്ച്വലി ഗോൾഡ് പോയത് എന്താ പറയുക ഒരു വലിയ ഭാരമായിട്ട് തോന്നുന്നില്ല. ഒന്നാമത്തെ കാര്യം ഈ കുട്ടികളുടെ എല്ലാ കാര്യങ്ങളും തന്നെ കൃത്യമായിട്ട് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു കാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടെന്നുള്ള അങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ളൊരു ഏരിയ ഇല്ല. അപ്പം അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ട് എനിക്ക് ശരിക്കും ഇല്ല. പിന്നെ എനിക്ക് ആ കുട്ടികളുടെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നൈറ്റിൽ പിള്ളേരുടെ സ്ലീപ്പാണ്. അവർ മര്യാദയ്ക്ക് ഉറങ്ങിയില്ല വെച്ചെങ്കിൽ എനിക്ക് ഞാനവിടെ കിടന്ന കുഴപ്പമില്ല. ഇപ്പം ഞാൻ സാധാരണ ഒരു 7 മണി 7:30 8 മണിയോട് കൂടിയിട്ട് കിടത്തുറക്കിയിട്ട് കമ്പ്യൂട്ടറിൻ്റെ അവിടെ എന്തെങ്കിലും വർക്ക് ചെയ്യാൻ പോകുന്ന സമയത്ത് ഈവൻ ഗോൾഡ് ഉണ്ടെങ്കിൽ കൂടി അവരെണീറ്റ് ആ സമയത്ത് അങ്ങനെ ചുമച്ചിട്ട് അങ്ങനെ കരഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ സകലമാന കുരുവും പൊട്ടും. അതുമാത്രമേ എനിക്കൊരു ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തൊരു ഏരിയ ഉള്ളൂ. നോട്ട് യൂസ്ഡ്. അൺഫോർച്ചുനേറ്റ്ലി മൈ ഫിഷിംഗ് നോട്ട് ഹാപ്പൻഡ്. They haven't texted me yet, so maybe they just don't want to disturb you because they're not trying to make you jealous. Oh yeah, okay. I'm not jealous. Ada 70. Do one more extra, 2 more extra. Okay. 71. And 52. And 72. പിന്നെ താങ്ക് യു. So that's done. 5:10. ഞാൻ 80 kg lift. Pringu 24 kg. How many? 72. Okay, we go and pick The babies. ടാറ്റാ. സാധാരണ എടുക്കാൻ വരുന്ന സമയത്ത് ഏടുമാ ലെറ്റ്സ് ഗോ ഏടുമാ. സാധാരണ ഈ സമയത്ത് അവർ കരഞ്ഞടിക്കാറ്. ഇന്ന് രണ്ടുപേരും She was doing this to me. അയ്യോ, സാധാരണ ഈ സമയത്ത് കരഞ്ഞിരിക്കുന്ന രണ്ടുപേരും ഇന്ന് ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുന്നത്. സോ ദാറ്റ് പാർട്ട് ഈസ് ഡൺ. ഓക്കെ, കം ഓൺ പ്രിങ്ക്, ലെറ്റ്സ് ഗോ. എന്ന് പറയാ യൂഷ്വലി അമ്മയുണ്ടാവും പിടിക്കാന്ന്. ഇന്ന് അമ്മയില്ല. അത് ഞാൻ അമ്മയ്ക്ക് കൊടുക്കാറുണ്ടായിരുന്നു. ഇന്ന് അമ്മയില്ല. സോ ജസ്റ്റ് ബി കോപ്പ് വിത്ത് ദ റിയാലിറ്റി. മുന്നേ ലഞ്ച് നമ്മൾ നേരത്തെ ഡിഷ് വാഷ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാക്കി കഴിഞ്ഞായിരുന്നു. സോ ഷീസ് ഡൺ ദാ പാർട്ട്. സോ പാക്കിംഗ് ഇസ് ഓൾമോസ്റ്റ് ഡൺ. ഗുഡ് ഓൺ യു പിങ്ങു. ഫാസ്റ്റ് ആൻഡ് ക്വിക്ക്. ഇന്ന് രണ്ടുപേരും വളരെ കാം ആൻഡ് കണ്ടൻറ്റാണ് അല്ലേ? വെരി കണ്ടൻറ്റ് പിള്ളേരാണ്. അപ്പം അങ്ങോട്ട് പോകണ്ട. അവർ സമാധാനപരമായിട്ടുള്ള കളി നയിക്കുന്ന സമയമാണ്. അപ്പം അങ്ങോട്ട് ക്യാമറയായിട്ട് പോയാൽ അപ്പം എൻ്റെ മടിയിൽ കയറിയിരിക്കും. അമ്മ അതൊക്കെ കാണില്ലേ അമ്മ? ഇപ്പം തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഗോൾഡാ. എനിക്ക് ഭ്രാന്തായതാണോ പിള്ളേർക്ക് ഭ്രാന്തായതാണെന്ന് അറിയുന്നില്ല. ഇതുവരെ വന്നിട്ട് ഒരു അലമ്പും ഇല്ലാണ്ട് അവിടെ നിന്ന് കളിക്കുന്നുണ്ട് ഒറ്റയ്ക്ക്. ഞാൻ അവിടെ ഒരിക്കലുള്ള ഫുഡെല്ലാം റെഡിയാക്കുക. പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. എനിക്ക് വേണം ഗോൾഡേ എന്ന് തോന്നുന്നു ഇവിടുത്തെ മെയിൻ പ്രശ്നം. അവളുള്ള കാരണം ഈ പിള്ളേർ കരയണമെന്ന് തോന്നണേ. നിങ്ങളൊന്ന് ആലോചിക്കുക, ഒരു 3 മാസം അല്ലെങ്കിൽ എൻ്റെ വീഡിയോ കാണാൻ തുടങ്ങിയിട്ട് ഈ നേരത്തെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു കരയും. അവളുടെ ഗോൾഡത് കാണുമ്പോഴായിരിക്കും മനസ്സിലാവുക. പിന്നെ അവൾ തല്ലിക്കൊല്ല അവള്. ഞാനേ ഇവർക്കുള്ള ഫുഡൊക്കെ റെഡിയാക്കി. ഇത് ഇവർക്ക് ഇന്നലത്തെ സെയിം ഫുഡാണ്. ചോറ്, മുട്ട, ലാമ്പ്. ഇന്നലെ ഉണ്ടായിരുന്ന ലാമ്പ് ഞാൻ കുഞ്ഞാന്ന് അരിഞ്ഞിട്ട് അവർക്കുള്ള ഫുഡ് സെറ്റാക്കി. പ്രിങ്ങുവിന് ഡിന്നറിന് ബർഗർ മതി എന്ന് പറഞ്ഞു. പ്രിങ്ങു ഹാവിങ് ബർഗർ വിത്ത് 1 ബീഫ് ആൻഡ് ഐ എം ഡൂയിങ് മൈ ഡിന്നർ. ലാമ്പ്, കുറച്ച് ചൊറിച്ചോ, ഇന്നലത്തെ ബാക്കി ഉണ്ടായിരുന്ന കുറച്ച് സാലഡ്സ്, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഐ എം ഗോണ ഈറ്റ് മൈ ഡിന്നർ. ലാമ്പിൻ്റെ ഫാറ്റ് ആൻഡ് സം ചൊറിച്ചോ. നമ്മൾ പറഞ്ഞത് കേട്ടു എന്ന് തോന്നുന്നു. കണ്ടാ ഇവിടെ എത്തിയിട്ടുണ്ട് അടുത്ത ആൾ. ഇയാളാണ് നമ്മുടെ ക്ലീനർ.
ക്ലീനിൻ്റെ പിന്നെ പറഞ്ഞെല്ലാം കൂട്ടാക്കും. മെയിൻ മെസ്സി ദീ പറഞ്ഞ ഗൊഗോ ആണ്. ഗൊഗോ എസ്മേ വേർ ഇസ് അമ്മ? അമ്മ എവിടെ? അത് തിന്നണ്ട കേട്ടോ. അപ്പം തിന്നു. കാക്കയാ വീടിൻ്റെ പരിസരം ശുചിയാക്കുന്ന ജീവി കാക്ക. അതാണ് കാക്ക. ഇവിടെയുള്ള എല്ലാം പറക്കി തിന്നും. ഇങ്ങനെ സ്റ്റിർ ചെയ്യാൻ പഠിച്ച ഒരു ഗുണം എന്നിട്ടെന്നറിയോ, പലപ്പോഴും നമുക്ക് കുറേ സ്പൂൺ ഉപയോഗിക്കണ്ട. ഓക്കെ, നേരെ ചുവച്ചാണ്. ഞാനെന്നാലും ഒരു 1000 സ്പൂൺ ഉപയോഗിക്കും, അതാണ് എൻ്റെ ശീലം. പക്ഷേ കുറേ സമയത്ത് നമുക്ക് സ്പൂണ് സ്പാച്ചുകളൊക്കെ ഒഴിവാക്കാം. ലാമ്പ് അപ്പം എങ്ങനെയുണ്ട്? താഴെ വന്ന് ഫുഡ് നോക്കിയിട്ട് കരയേ. ഞാൻ ഈ കുക്കിങ്ങിൻ്റെ ഇടയിൽ തന്നെ ഫുഡ് കൊടുക്കുക. ടു ഫാസ്റ്റ് ഡാടാ അല്ലേ? ഗുഡ് ഗേളേറമ്മ, ഗുഡ് ഗേളച്ചമ്മു, ഗുഡ് ഗേളേറമ്മ, ഗുഡ് ഗേളച്ചമ്മു. ഇവിടെ വായ തുറന്നിട്ടുണ്ടാ? കാണാൻ പറ്റുന്നില്ല അടക്കിട്ടാ. ചുമ്മേ നൈസ് മാമു ആണോ? നൈസ് മാമു ആണോ? നൈസ് മാമു ആണോ? ചൂടുണ്ടോ? ചൂടുണ്ടോ അച്ഛമ്മനെ? എടുമി നിന്നിട്ട് കഴിക്കാൻ പോകണം. അവിടെ ചാരിയൊന്നും അല്ലെങ്കിൽ ഇപ്പോൾ വീഴും. ഗുഡ് ഗേളേടമ്മ, ഗുഡ് മാമു, മട്ടൺ മാമു, സോ ഫാറ്റി, നൈസ് മാമു. ഉല്ലാസ് ഉപ്പ്. ഇന്നലത്തെ ബാക്കി വന്ന നമ്മുടെ ലാമ്പിൻ്റെ മസാലയില്ലേ, കുറച്ച് ബാക്കി ഉണ്ടായിരുന്നില്ലേ ലാമ്പ്, ആ ലാമ്പും അപ്പോൾ അതിൽ കുറച്ച് അതിൻ്റെ സോസൊക്കെ ഉണ്ടല്ലോ, അതും കൂടെ ഞാനിതിലേക്ക് ഇട്ടു കേട്ടോ. ഓക്കെ, ഇപ്പോൾ തരാം. ഓക്കെ, സോ ഡാഡയുടെ മീൽ ഇവിടെ ഇപ്പോൾ സെറ്റാവും. Then we all finish, then we done. Good girl അച്ചമ്മേ, good girl ഇടമ്മ, good girl അച്ചമ്മേ, good girl ഇടമ്മ. നമ്മൾ കസാരയും അവിടുത്തെ ഇതൊന്നും എടുത്തിട്ടില്ല കേട്ടോ, ഒന്നും കഴുകാൻ നിൽക്കണ്ട. എല്ലാം നമ്മുടെ കിച്ചണിൽ കഴിയും പരിപാടി. ഒറ്റ ക്ലീനിങ് ഉള്ള കിച്ചണിൽ വെരി ഈസി. ദിസ് ഫൊള്ള ഗുഡ് ഗേൾ, ഗുഡ് ഗേൾ. ഉന്തിരണ്ട അവളെ നീ ഉന്തിരണ്ട, അവൾ നിന്നെ വലിച്ചിടും. എന്നാ ഗുഡ് ഗേൾ ഇടമ്മ അച്ചമ്മു, good girl. Okay, good evening. എച്ചുമോന് ഇരിക്കാനായിട്ട് ഇവിടെ കറക്റ്റ് ഒരു സ്ഥലം എച്ചുമോ കണ്ടെത്തിയിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും കയറി ഗുഹയിൽ കയറി ഇരിക്കും ചിങ്കം. നീ ചിങ്കാണോ? ചിങ്കം മതിയാ? ബർഗർ മാം. ഗുഡ്. യു ഓക്കെ? Yeah, that's good. And this is my dinner. Nice lamb, okay? എത്ര നേരം വേണം? നമ്മൾ 3 ആളുടെ ഫുഡ് ശരിയാക്കി. ബർഗർ, പിള്ളേരുടെ ഫുഡ്, ലാമ്പ്, ഓൾ ഇൻ വൺ ഷോട്ട്. അതിനുള്ള പിള്ളേരുടെ ഫുഡ് വരെ കഴിഞ്ഞു. ഇവിടെ ഓൾമോസ്റ്റ് എൻ്റെ ക്ലീനിങ് വരെ കഴിഞ്ഞു. കുറച്ച് പ്ലേറ്റേ ഉള്ളൂ. എനിക്ക് വേണമെങ്കിൽ ഗോൾഡ് ആണ് ഇവിടെ എല്ലാം മെസ്സാക്കണം. ലുക്ക് സിമ്പിൾ, എവറിത്തിങ് ഓർഗനൈസ്ഡ്. നമുക്ക് വേറെ ആൾ നമ്മളതിനെ ഹെൽപ്പ് ചെയ്യാറുണ്ട് എന്ന് കരുതുന്ന സമയത്താണ് നമ്മൾ കുറേ കാര്യങ്ങൾ ഇട്ടിട്ട് വേറെ കുറേ കാര്യങ്ങൾ കയറി പിടിക്കണം. ഇതിപ്പോൾ ഞാൻ മാത്രമായ കാരണം വെൽ ഓർഗനൈസ്ഡ്. ഈവൻ പ്രിങ്ങുവാണെങ്കിൽ പോലും ബാക്കിലെ കുട്ടികൾ കളിച്ച ടോയ്സും കാര്യങ്ങളെല്ലാം എടുത്തു വെച്ചു. ഇപ്പോൾ സമയം 6:10 ഇവിടെ എല്ലാ പണിയും കഴിഞ്ഞു. ഇത് കഴിഞ്ഞ് ഞാൻ മുകളിൽ പോകണം. നമുക്ക് നേരെ പിള്ളേരെ പോയിട്ട് കുളിപ്പിക്കാം. ആൻഡ് മീറ്റാണ്. ഇപ്പോൾ നമ്മൾ പിടിച്ച 7 മണിക്ക് അവർക്ക് ഉറങ്ങാം. അത്ര നേരത്തെ ഞാൻ ഉറക്കുന്നില്ല. ഒരു 7:30 7:45 കൂടി ഉറക്കത്തില്ല. കൊച്ചനോട് കൂടി ഇരിക്കാം. ആ സോ ഡേ 1 pretty much successfully completed till now. രാത്രിയാണ് കഴിഞ്ഞു പോകാനുള്ളത്. Nice. Thank you guys. So almost everything done. രണ്ടുപേരും വളരെ ക്വയറ്റായിട്ട് ഇന്ന് ഒരു പ്രശ്നവും ഇല്ലാണ്ട് ഇരിക്കുന്നുണ്ട്. ഇടയിൽ ഏറെ ഒന്ന് മുടി പിടിച്ച് വലിച്ചു കരഞ്ഞു എന്നല്ലാണ്ട് വെരി ഗുഡ് സോ ഫാർ, യുനോ വെരി ഗുഡ്. കുട്ടികൾക്ക് നാളെ രാവിലെ കൊടുക്കാനുള്ള പാല് ചൂടുവെള്ളം ഫ്ലാസ്കിൽ ആക്കി കൊണ്ടുപോകേണ്ടത്. അതുകൊണ്ട് കഴിഞ്ഞാൽ ഓൾ ഡൺ. അവർക്ക് ഇന്ന് ഞാൻ പശുവും പാലാണ് കൊടുത്തത്. ഇത് മറ്റേ നമ്മുടെ ഇവിടുന്ന് കിട്ടുന്ന പശുവും പാലില്ലേ, പാസ്ചറൈസ്ഡ് പാല് ആദ്യമായിട്ട് അവർക്ക് കൊടുക്കണേ. അപ്പോൾ ഇത് കൊടുത്തു തുടങ്ങാമല്ലോ. 1 വയസ്സ് കഴിഞ്ഞു. മോർ പ്രോട്ടീൻ ഉണ്ട് ഇതിൽ. സോ ഫോർമുലേനേക്കാളും ബെറ്റർ പശുവും പാലാണ്. സോ ജസ്റ്റ് സ്റ്റാർട്ടഡ് ഗിവിങ് ഫ്രം ടുഡേ. സോ എയ്റ അധികം കുടിച്ചില്ല. ഐ മീൻ അവൾ അങ്ങനെ കുറേശ്ശെ കുടിക്കൽ ഉറങ്ങണേക്കാൾ മുന്നേട്ട്.
എസ്മയെ കുറച്ച് അധികം കുടിച്ചിട്ടുണ്ട്. സോ ദാറ്റ്സ് ഇറ്റ്, ഡൺ, വി ഗോ അപ്സ്റ്റേഴ്സ് നൗ. 7 മണിയായിട്ടാ നമ്മൾ മുകളിലേക്ക് എത്തി. ഡോഡയുടെ കാല് ആ ചിൽബ്ലൈ കുട്ടി എപ്പോഴും അനങ്ങാതെ നിൽക്കടാ പിങ്ങ. ഓ ഒന്ന് ചാടാതെ നിൽക്ക്. ചവിട്ടി അരച്ച എൻ്റെ കാല്. ഓ മൈ ഗോഷ്, ഇന്ന് പറഞ്ഞേ ഉള്ളൂ കാലുമ്പോൾ ചവിട്ടരുതെന്ന്. എൻ്റെ വിരൽ കണ്ട അത്ര ദയനീയമാണ്. എൻ്റെ വിരൽ കണ്ട പഴുത്തിരിക്കുന്ന പോലെയാണ്. ഏടമ്മാ ഞാൻ അത് പിടിച്ച് വലിച്ചിട്ട് അത് ശരിയാക്കി കേട്ടാ. ശരി, ഇലക്ട്രീഷ്യൻ വന്നു. അപ്പോൾ നമ്മൾ ഇവരെ കുളിപ്പിക്കാൻ പോകാൻ കേട്ടോ. സാധാരണ ഞാൻ കുളിമുറിയിൽ ഇരുന്നിട്ട് കുളിപ്പിച്ചിട്ട് ഗോൾഡേക്ക് കൊടുക്കല പതിവ്. ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നീ അവളുടെ ദൂരയുടെ മോനെ, ഇന്നത്തെ പരിപാടി ഞാൻ ഇവരെ രണ്ടുപേരെയും കുളിപ്പിക്കുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഇറങ്ങുന്നു. പിറങ്ങും ഒരാളെ ഇവിടെ ഞാൻ കട്ടിലിൻ്റെ മുകളിൽ 2 ടവൽ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. രണ്ടുപേരുടെയും സെയിം ടൈം ഇതാക്കിയിട്ട് ഉടുപ്പ് മാറ്റി ഒരു 50 ml കൂടി പാല് കൊടുക്കണ സമയത്ത് ഞാൻ അപ്പോഴേക്കും കുളിച്ചിട്ട് ഇറങ്ങും. അതാണ് പരിപാടി ഇന്നത്തെ. അത് കഴിഞ്ഞാൽ ഒരു ദിവസം കഴിഞ്ഞ് കിട്ടി. ഷവർ കഴിഞ്ഞു. പ്രിങ്ങു ഹെൽപ്പ് മീ അലോട്ട് ബോത്ത്. നമ്മുടെ അത് നീ മറ്റേ നല്ല സ്വിമ്മിംഗ് പൂളിന് ഉപയോഗിച്ചതാണ്. നീ നിന്നെ അത് എടുത്തപ്പോൾ പ്രിങ്ങു നമ്മളെ ഹെൽപ്പ് ചെയ്തു. ഞാൻ കുളിച്ചിട്ടില്ല, എനിക്ക് കുളിക്കണം. നീ ആദ്യം അവളെ കെടുത്തിട്ട് ഈ കാലും കൂടി ഇട്ട്. ആദ്യം ഈ കാല് വേണം ഇടാൻ, ഈ ഫുൾ അടഞ്ഞ കാല്. അപ്പോൾ ഈ കാല് നിനക്ക് അപ്പോൾ യു ക്യാൻ വർക്ക് അലോങ് വിത്ത്. ഈ കാല് ആദ്യം ഇട്ടാൽ നിനക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. ഇത് അച്ചുമോന് പാകാമെന്ന് തോന്നുന്നില്ല. ഇറ്റ്സ് ടു സ്മോളായി ഈ ഉടുപ്പല്ല. ഗുഡ് ഗേൾ എച്ച്മേ, ഗുഡ് ഗേൾ എച്ച്മേ. അത് ആദ്യം ഇവിടുന്ന് നീ കുറച്ച് സ്പേസ് ഉണ്ടാക്കണം. ഈ സൈഡിൽ നിന്ന് യു ഹാവ് ടു പുൾ ദിസ് ലിറ്റിൽ ബിറ്റ്, ദെൻ യു ഹാവ് ലിറ്റിൽ സ്പേസ്. അവൾക്ക് അറിയാതെ, അവർക്ക് വലിക്കാനറിയാം. അധികം കളിപ്പിക്കണ്ട. ഞാൻ ഇപ്പോൾ ഒരു വേണ്ട ഞാൻ വെറുതെ പറഞ്ഞാ, ഒരു കുഴപ്പമില്ല, ഞങ്ങൾ ഉറങ്ങിക്കോളെ. ഭയങ്കര ടൈറ്റാണല്ലോ, അത് മേൽ വെച്ച് തയ്ച്ച പോലെയാണല്ലോ. ഞാൻ ഇന്നും കൂടി ഇടാം. നല്ല ഉറക്കം വരുന്നുണ്ട്. അവിടെ പോയിട്ട് കുളിച്ചിട്ട് വരാം. അപ്പോഴേക്കും ഞാൻ നിങ്ങൾക്ക് സ്ലീപ്പ് പ്രഷർ തരാൻ പോവാ കേട്ടോ. പാട്ടോടെ കണ്ണേയുറങ്ങുറങ്ങ്. ഡാഡ ഗോണ ഗിവ് യു സ്ലീപ്പ് പ്രഷർ നൗ. ഓക്കെ. കണ്ണേയുറങ്ങ്. മീൻ ടൈം ഡാഡ ഇവിടെ കിടത്തിക്കോ. മീൻ ടൈം ഡാഡ അവളെ പിടിക്കിട്ട് അവൾ വീടൂട്ടാ. അതാ സ്മേട തന്നെയാ. തേനും വയമ്പും കൊണ്ട് കഥയിൽ ചായ ഉറങ്ങിട്ട് ഉന്തിയിടല്ല. ഹേയ് തിരിച്ചിട്ട് അവളെ അവിടെ തിരിച്ചു നോക്കി. ഞാൻ ഓർക്കുള്ളൂ. നോവാത്ത മുള്ളുകൊണ്ട് കാതിൽ മെല്ലെ അമ്മിഞ്ഞുണ്ടുറങ്ങ്. നിന്റെ അമ്മിയോ ഇവളുടെ അമ്മിയോ? അതിപ്പോൾ ആരുടെ എവിടെ തുപ്പിക്കളഞ്ഞ അവള്? വീഡിയോ കണ്ടുവരുന്നു എങ്ങനെ പോയെന്നുള്ളത് അറിയാൻ. Dada gonna turn the light off. Okay, Achumu? Irma, behave well. Chechi gonna be here. Dada gonna shower, okay? Sleep pressure. Ting, ting, ting. അത് ഓണാക്കിയിട്ടുണ്ട് കേട്ടാ. ഈ ലൈറ്റ് ഓണാക്കിയിട്ടുണ്ട്. രണ്ടാം ഭാര്യ അത്. വേറെ അമ്മ. What do you mean then? ആ ലൈറ്റ് ഇട്ടിട്ടുണ്ടാ. നീ ഞാൻ ലാസ്റ്റ് നിമിഷം വെറുതെ കുരുപൊട്ടിക്കരുത് പ്ലീസ്. അമ്മ പോയതിൻ്റെ സന്തോഷത്തിലിരിക്കുക ഞാൻ. ഡിക്റ്റേറ്റർ. ഐ ആം. യെസ് ലിറ്റിൽ ബിറ്റ്. സി എന്ത് ക്വയറ്റാന്ന് നോക്കി. ഇന്ന് ഇത്ര നേരമായിട്ട് ഒരു പ്രശ്നമില്ല. ഇവിടെ വീട് അടഞ്ഞുറങ്ങി. ശരിക്കുള്ള പ്രശ്നക്കാരി അവളായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചാൽ ഞാനായിട്ടും പ്രശ്നം എന്നാ. നോ. ഓക്കെ, ഐ ഹാവ് കുക്ക് ഷവർ ആൻഡ് ബി ബാക്ക്. തലടിച്ചോട്ടെ. അത് കഴിഞ്ഞാൽ നീ നേരെ ഡമ്മി കൊടുത്തോട്ടെ. അവിടെ പോട്ടെ. ഓക്കെ, ഐ വിൽ ബി ബാക്ക്. സോ നീ കയറിയെന്ന് യോ ഗുഡ്. അവർക്ക് നീ നേരെ ഡമ്മി കൊടുത്താൽ മതി. ഓൾറെഡി കണ്ണൊക്കെ ഉറങ്ങി തുടങ്ങി. അവർ ഓൾറെഡി ഹാഫ് വേ ത്രൂ ആണുള്ളത്. അവർ രണ്ടുപേരും ഉറക്കി. ഞാൻ കുളിച്ചില്ല. നീ കുളിക്കുക. കിടന്ന് ഭയങ്കര പെടച്ചില്ലേ. എയ്റനെ പിങ് ഉറക്കി. എച്ചുമോനെ ഞാൻ ഉറക്കി. എയ്റ took 5 minutes to sleep. എസ്മെ ഒരു 10 to 12 minutes. ഇപ്പോൾ ഉറങ്ങിയുള്ളൂ എസ്മെ. 7:45. All done. Well done, Prango. Good job. Light off it. ഈ ലൈറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു വീഡിയോ എടുക്കാൻ. സോ ഇന്നത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞു കേട്ടോ.
സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 8 മണി ആയിട്ടില്ല. 8 മണിയാകുമ്പോൾ 5 മിനിറ്റ് മണിയുണ്ട്. ഞാൻ സാധാരണ ഈ സമയത്ത് വന്നിട്ട് എഡിറ്റിങ് അതെല്ലാം ചെയ്യുന്ന എന്തെങ്കിലും ഓഫീസ് വർക്ക് ഉണ്ടെങ്കിൽ അതൊക്കെയാണ് ഈ സമയത്ത് ചെയ്യാറ്. ഈ സമയമാണ് എനിക്ക് ഏറ്റവും ദേഷ്യം വരുന്ന സമയം. കാരണം നമ്മൾ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഇവിടെ വന്നിരുന്ന് നമ്മുടെ ഒരു വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ബിക്കോസ് എൻ്റെ മനസ്സിൽ ഞാൻ ബീറ്റ് എവറിത്തിങ് യുനോ. അപ്പോൾ ഈ സമയത്ത് അവർ ഉറങ്ങിയിട്ട് ഇടയിൽ എണീക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ കാൺ ഹാൻഡിൽ ഇറ്റ്. ഈവൻ ഗോൾഡ് ഉണ്ടെങ്കിൽ പോലും. സോ അത് ഇന്നും ഉണ്ടാവാം. ഇടയിൽ അവർ എണീക്കും, 1-2 തട്ട് തട്ടണം. സോ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ എനിക്ക് 1-2 ഫയൽസ് അയക്കാനുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ആക്ച്വലി ഇന്ന് വേഗം തന്നെ അവരുടെ അവിടെ പോയി കിടക്കാൻ പോവാം. കാരണം ഞാൻ ടെൻഷൻ അടിച്ച് കാര്യമില്ല, എൻ്റെ എഡിറ്റിംഗ് ഒന്നും നടക്കില്ല. അപ്പോൾ യാ ദാറ്റ്സ് ഇറ്റ് ഫോർ ദ ഡേ. ബ്യൂട്ടിഫുൾ, ഇറ്റ്സ് ഓൾ വെൽ സെറ്റ്. ആക്ച്വലി ഇത് എന്താ പറയുക, ഗോൾഡേയും ഞാനും കൂടിയിട്ട് കഴിഞ്ഞ 1 വർഷമായിട്ട് അല്ലെങ്കിൽ പ്രിങ്ങുള്ള സമയത്താണെങ്കിലും കൃത്യമായിട്ട് ഇവരുടെ ഓരോ കാര്യങ്ങളും ആ ടൈം ചെയ്തു വന്നതിൻ്റെ ഒരു സംഭവമായിട്ടാണ് നമുക്ക് ആ എന്താ ഒരു റുട്ടീൻ എന്ന് പറയില്ലേ, നിങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും. ഇനി അഥവാ ഇല്ലെങ്കിൽ അങ്ങനെ ഒരു റുട്ടീൻ, സ്പെഷ്യലി ഇഫ് യു ഹാവ് ട്വിൻസ്, ഗുഡ് ടു ഹാവ് ദ റുട്ടീൻ. കാരണം ഒരാൾ സ്നാപ്പായാൽ you are done. If you have someone to help you out, then it's good. Husband and wife together, yeah, you can do. അപ്പോഴും നമുക്കത് രണ്ടുപേരും അഡ്ജസ്റ്റ് ചെയ്ത് ഇതാക്കണം. So that was a good day. So Golda can have a beautiful vacation. And that's it. അപ്പം ഇതുപോലത്തെ സൂപ്പർ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തോണം കാണാം. അതുവരെയും ബൈ ഫോർ നോ, ബൈ ബൈ.